ടാപ്സ് വേർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല എരിവുള്ള ഒരു വെജിറ്റബിൾ ഓംലെറ്റ് ആണ്. ഇതിനകത്ത് ചേർക്കുന്നത് കുരുമുളകും അതുപോലെ ചില്ലി ഫ്ലേക്സുമാണ്. അത്യാവശ്യം നല്ല എരിവുണ്ട്. അത് രണ്ടും വേണമെന്ന് സംശയം തോന്നിയേക്കാം. പക്ഷേ ആ രണ്ടിൻ്റെ കോമ്പിനേഷനാണ് ഇതിനെ കുറച്ചുകൂടെ ടേസ്റ്റ്ഫുൾ ആക്കുന്നത്. പിന്നെ പറഞ്ഞു തരേണ്ട മറ്റൊരു കാര്യം വെജിറ്റബിളിൻ്റെ കാര്യമാണ്. സ്പിനച്ചും സവോളയും ക്യാരറ്റുമാണ് എടുക്കുന്നത്. വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള വെജിറ്റബിളാണ്. സ്പിനച്ച് എടുക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് കഴുകുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ വെള്ളം നിങ്ങൾ പിഴിഞ്ഞ് കളയുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വഴറ്റുന്ന സമയത്ത് അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് ആ കറക്റ്റ് ഫോമിലേക്ക് അത് കിട്ടത്തില്ല. ഈ മുട്ട ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളതിൽ ഫില്ലിംഗ് പോലെയാണ് ഈ വെജിറ്റബിൾസ് വെക്കുക. അതിനകത്തേക്ക് വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഉപ്പ് പോലും ചേർക്കുന്നില്ല. മുട്ടയ്ക്കകത്തേക്കാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കുരുമുളകും ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർക്കുന്നത്. അത്രയും അളവ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാം. ഈ കുരുമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഓംലെറ്റിൻ്റെ കളർ മഞ്ഞയായിരിക്കില്ല, അല്പം ഡാർക്കായിരിക്കും. പിന്നെ പറഞ്ഞു തരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എടുക്കുന്ന നോൺ സ്റ്റിക്ക് പാനാണ്. മുട്ട ശരിക്കും വിട്ട് പോരാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ബട്ടർ ചേർക്കേണ്ടതുണ്ട്. പിന്നെ മുട്ട നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്, ഫ്ലഫിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് സംശയം തോന്നുന്ന ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എരിവിൻ്റെ കാര്യം മാത്രം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും എരിവ് ഉപയോഗിക്കാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ അളവ് കുറയ്ക്കാം. ഓരോരുത്തർക്കും എരിവെന്ന് പറയുന്നത് ടേസ്റ്റ് എല്ലാവർക്കും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അതിൻ്റെ കാര്യം മാത്രം ഒന്ന് സൂക്ഷിച്ചേക്കുക. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. റെസിപ്പിയിലേക്ക് പോകാം.